ഗൈസ്, നമ്മുടെ പുലാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. തക്കാളി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, സവോള, മല്ലിയില, പുതിനയില ചോപ്പ് ചെയ്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അല്ലാതെ കുറച്ച് പച്ചമുളക് നമ്മൾ പേസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഗ്രാമ്പു, കുരുമുളക്, പട്ട, ഗരം മസാലയിൽ ചേർക്കാനുള്ള എല്ലാ ഐറ്റംസും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏലയ്ക്ക, അതെല്ലാമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഗൈസ്, എനിക്കിതുണ്ടാക്കാൻ അറിയില്ല ഗൈസ്, എൻ്റെ മമ്മിയാണ് ഉണ്ടാക്കുന്നത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ. നല്ല അടിപൊളിയാണ്, മുംബൈ സ്റ്റൈൽ ചിക്കൻ പുലാവാണ്. അപ്പോൾ ഞാനും പഠിക്കുന്നു, നിങ്ങളും പഠിക്കുന്നു. നിങ്ങളിത് പഠിച്ചിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണം. ഇവിടെ നമ്മൾ ചിക്കൻ കിട്ടുമ്പോൾ എപ്പോഴും മമ്മിയെ കൊണ്ട് പുലാവ് വെപ്പിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലേക്കിപ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ സവാളയാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. ഇനി അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക്, തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ എടുക്കുന്നത് എത്രത്തോളമാണോ അതായിരിക്കും നമ്മുടെ ഇതിൻ്റെ എരി, പുലാവിന് എരിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എരിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാവും. ഇപ്പം നമ്മൾ ഇതെന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല ഇതിലെ ടോട്ടൽ പച്ചമുളക് എന്ന് പറയുന്നത്. വേറെ പച്ചമുളക് ഞാനൊരു ബൗളിലെടുത്ത് വെച്ചിരുന്നു. അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ വേറെ എരിയായിട്ടൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് നല്ലോണം തോന്നിയിടും. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. നമ്മളിതിനകത്തേക്ക് ഉരുളൻകിഴങ്ങ് കൂടി ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉരുളൻകിഴങ്ങ് മാത്രം ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. ഈ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് അടിച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും നമ്മൾ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുഴുവൻ തക്കാളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതും ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ മല്ലിപ്പൊടി മാറ്റി വെച്ചു, അത് ആഡ് ചെയ്യുവാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇനി ഇതിനകത്തേക്ക് ഒരു അര കവർ തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവർ, അതായത് നല്ലൊരു ചെറിയൊരു പുളിപ്പും ഈ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ മസാലയിലും നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി ഇട്ട ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. മസാലയിലെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ അടച്ചതിന് ശേഷം തുറന്നതാണ് ഈ കാണുന്നത്. നന്നായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഉള്ളിയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയും വെള്ളം, ചിക്കൻ്റെയൊക്കെ വെള്ളം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കുറച്ചൊന്ന് ബോയിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ബോയിലാവാൻ വേണ്ടിയിട്ട് അതിനൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മളിതിനകത്തേക്ക് നല്ല ബിരിയാണി എസൻസ് ആഡ് ചെയ്ത് കൊടുക്കും. പൈനാപ്പിളിൻ്റെ എസൻസ് അല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ബിരിയാണി എസൻസ് ആണ്. അത് നല്ലൊരു ബിരിയാണിയുടെ ഫ്ലേവറും സ്മെല്ലും കൊടുക്കും. നല്ലൊരു സ്മെല്ല് കൊടുക്കും ബിരിയാണിയുടെ. എനിക്ക് പൈനാപ്പിളിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. നല്ലൊരു മണമാണ്, ബിരിയാണിയുടെ നല്ല മണമാണ്. അപ്പോൾ ഈ എസൻസ് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. എസൻസ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതായിരിക്കും. പക്ഷേ എസൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചുകൂടി നല്ലൊരു സ്മെല്ല് നൽകും. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ ഒന്ന് ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനും അതുപോലെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരി ആഡ് ചെയ്തിട്ടുണ്ട്. 5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമല്ലാതായിരിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നെയ്യ് ആഡ് ചെയ്യാം. തോനെ ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്ത് മുന്തി നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അടച്ച് വെച്ച് വേവിക്കുവാണ്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളിത് ഓപ്പൺ ആക്കി നോക്കും. നമ്മുടെ ബിരിയാണി അപ്പം സെറ്റായി, ബിരിയാണിയല്ല സോറി പുലാവ്, ചിക്കൻ പുലാവ് സെറ്റായി റെഡിയായിരിപ്പുണ്ട്. ഉരുളൻകിഴങ്ങും ചിക്കനൊക്കെ നല്ല സ്മൂത്തായിരിക്കും, അടിപൊളിയായിരിക്കും. ആരും മിസ് ചെയ്യരുത്. അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം ഒരു രക്ഷയില്ല ഗായ്സ്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഈ അടിപൊളി ചിക്കൻ പുലാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗായ്സ്.
അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ പുലാവ്. നമുക്ക് ഇനി കഴിക്കാം. ചിക്കനൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കണം. പിന്നെ ഇത് മഞ്ഞിച്ചിരിക്കുന്നതിന് കാരണം ഞാനിവിടെ യെല്ലോ ലൈറ്റ് ഓൺ ചെയ്ത് ഗൈസ്, അതുകൊണ്ടാണ്. അല്ലാതെ മഞ്ഞപ്പൊടി തൊട്ടിട്ടില്ല. ഡോണ്ട് വറി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.